അപ്പോൾ ഈ കോടാലി പ്രയോഗം മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി അതിന് മുമ്പ് കൈക്കോടാലിയായിരുന്നു. മുഖ്യമന്ത്രിയിലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ലെവലിനനുസരിച്ച് അത് ഒരു വലിയ കൊടാലിയായി. വായില്ല കൊടാലിയാണ്. നല്ല മൂർച്ചയുള്ള കൊടാലിയാണെങ്കിൽ ഒറ്റ വെട്ടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കട്ടാവും. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. മൂർച്ച കുറഞ്ഞ വാ പോയാൽ 2 വെട്ട് വെട്ടേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ 3 വെട്ട് വെട്ടാനുള്ള ശേഷിയുണ്ട്. മനസ്സിലായി, ഉടായിപ്പല്ലേ? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് എടുത്തോളൂ സാർ, മസിൽ പോകും. ഒരു വെട്ടിൽ വീണിട്ടില്ലെങ്കിലും മൂർച്ച വായ്ക്ക് കുറവാണെങ്കിലും ആ വെട്ടി വീഴ്ത്തിയിട്ടേ പോകുള്ളൂ. ഞാനൊരു വലിയ സംഭവം അല്ലേ? തല പോകുന്നത് എപ്പോഴാണ്? മണ്ട ചെയ്യുമ്പോഴാണ്. വേരുകൾക്ക് കുഴപ്പമൊന്നുമില്ല. വേരെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ അതിൽ നിന്ന് വളർന്നു വന്ന തെങ്ങിന്റെ മണ്ട പോയിരിക്കുകയാണ്. അതെ, അദ്ദേഹത്തിന്റെ മണ്ട പോയ തെങ്ങ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ മണ്ട പോയതുകൊണ്ടാണല്ലോ ഈ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഈ പറയുന്ന LDFന്റെ പോസ്റ്ററിന്റെ കൂടെയോ ഫ്ലെക്സിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ മുഖ്യമന്ത്രി കണ്ടോ? എന്നെ പൊട്ടനാക്കണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ മുഖം കണ്ട 10 വോട്ട് അപ്പം പോകും. ഈ ഗവൺമെന്റിനെതിരെ, പിണറായി സത്തിനെതിരെ PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഈ മണ്ണിൽ ലൈവായി നിലനിൽക്കുകയാണ്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിയ നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. പിണറായി സത്തോടാണ് എതിർപ്പ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ജനങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. മരുമകനെ മുന്നിൽ നിർത്തിയിട്ടൊക്കെ അങ്ങോട്ട് നടത്തിക്കളയാം എന്ന് അദ്ദേഹം വിചാരിച്ചാൽ. ഇപ്പോൾ DMK എന്ന പേരിൽ തന്നെ താങ്കൾ ഒരു സംഘടന ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ നനച്ചാലേ തിരിയും. എൻ പേര് സ്റ്റാലിൻ. അന്തമാതിരി താൻ പേസ് ചെയ്ത് പുരിഞ്ചതാ. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കൂ. സ്റ്റാലിൻ്റെ നിലപാട് ഫാസിസത്തിനെതിരാണ്. CPM-ന് വേണ്ടിയിട്ടില്ലല്ല സ്റ്റാലിൻ്റെ നിലപാട്. സ്റ്റാലിൻ ഇല്ലോണ്ടാണ് 2 പാർലമെൻറ്റ് മെമ്പർമാർ അവിടെ ഇരിക്കുന്നത്, നമുക്കറിയാലോ. പിന്നെ എൻ്റെ ഷർട്ടിൽ ചളിയുണ്ട് എന്ന് മറ്റവൻ പറയുമ്പോഴേക്കും അത് തട്ടിക്കളയാൻ ഞാൻ വെപ്രാളപ്പെടല്ലേ. ചളി ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും വൈകുന്നേരം ഷർട്ട് അഴിച്ചിട്ടില്ല. അപ്പോൾ അപ്പം തന്നെ ഞാൻ നിൽക്കാറില്ല. ഉറപ്പാണോ? ഉറപ്പ്. PV അൻവറിൻ്റെ യഥാർത്ഥ ടാർഗറ്റ് റിയാസാണോ? എനിക്കെന്ത് റിയാസ്? റിയാസ് ടാർഗറ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. റിയാസിനെ തടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ല. എനിക്ക് ആ ഉത്തരവാദിത്തം തന്നെ ഇല്ലല്ലോ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അവസാനമായിട്ട് ചോദിക്കേണ്, കൊഴിഞ്ഞു പോവാൻ പറ്റുമോ ഇല്ലയോ? അതിൻ്റെ അവസാനത്തെ തെളിവാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പോലും. ഒരു തെരഞ്ഞെടുപ്പ് നടത്തലാരാ? പാർട്ടിയല്ലേ. എവിടെ പാർട്ടിയിലെ ലീഡർഷിപ്പ്? ഒരു മുഖ്യമന്ത്രി മരുവനാണോ തെരഞ്ഞെടുപ്പ് നടത്തൽ? എന്ത് ആ നിലവാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോണത്? അതിവിടെ ഈ സഖാക്കൾ കാണുന്നുണ്ട്. ഷാജി ചേട്ടാ, നല്ല ഹൈപ്പ് ഉണ്ടായിരുന്ന സമയത്താണ് പാലക്കാട് ഒരു സ്വീകരണ പരിപാടി നടക്കുന്നത്. അതിൽ പൈസ കൊടുത്ത ആളെ കൊണ്ടുവന്നു. മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി. എന്താ സംഭവം? അതിനെല്ലാം കഴിവുള്ളോ ഇവിടെയുണ്ട്. അല്ല, അത് കൊടുവായൂരിലൊരു ടീം CPM-മാർ വെച്ചൊരു പണിയാണ്. നമുക്കറിയില്ലല്ലോ. അവിടുന്ന് ഒരു 10-15 സ്ത്രീകളെ അവർ കയറ്റിവിട്ട് എന്തായി പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് അവള് വന്നിരിക്കും. ആ ചുവപ്പ് സാരി എടുത്ത തലയിലെ തട്ടട്ട ആ ചേച്ചി ഉണ്ടല്ലോ, അവിടെ പോയി ചോദിക്കാറുണ്ട്. ചോദിപ്പിച്ചതാണ്. CPM വെച്ച പണിയാണ്. CPM വെച്ച പണി. ആരും വിളിച്ചില്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. അവർ തന്നെ പത്രക്കാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ആ സ്ത്രീയോട് പോയി ചോദിക്കും. പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ, എന്റെ ജ്ഞാനദൃഷ്ടിയിൽ പതിഞ്ഞൊരു സത്യം. ഞാൻ അറിയാൻ ചെയ്യേണ്ടത്